ഒടുവിൽ നടൻ ഷൈൻ ടോം ചാക്കോയും വെളിപ്പെടുത്തിയിരിക്കുന്നു തനിക്ക് ആ അസുഖമുണ്ടെന്ന്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്ന ADHD. ഇതിനു മുൻപ് മറ്റൊരു നടൻ കൂടി ഈ അസുഖമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഓർമ്മയുണ്ടോ? അത് നടൻ ഫഹദ് ഫാസിലായിരുന്നു. മലയാളത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും അഭിമുഖത്തിലെയും പൊതു ഇടത്തിലെയും പെരുമാറ്റ രീതികൾ കൊണ്ട് ഏറെ വിമർശനം കേൾക്കേണ്ടി വരുന്ന നടനാണ് ഷൈൻ ടോം ചാക്കോ. ഇത് പല വിവാദങ്ങളിലേക്കുമൊക്കെ വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഈ വേറിട്ട പെരുമാറ്റത്തിന് കാരണം ഒരു രോഗാവസ്ഥയാണെന്ന് വെളിപ്പെടുത്തുകയാണ് താരം. ഒരു തരത്തിൽ അത് തനിക്ക് അനുഗ്രഹമായെന്നും അദ്ദേഹം പറയുന്നു. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ ADHD തനിക്കുണ്ടെന്നാണ് ഷൈൻ പറഞ്ഞത്. രോഗത്തെക്കുറിച്ച് പണ്ടേ അറിയാമായിരുന്നു. അഭിനേതാവ് എന്ന നിലയിൽ ഈ രോഗം തൻ്റെ ഏറ്റവും വലിയ ഗുണമാണെന്നും ഷൈൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പുതിയ സിനിമയുടെ ഭാഗമായി ഒരു മാധ്യമത്തോട് സംസാരിക്കവെയായിരുന്നു നടന്റെ ഈ തുറന്നു പറച്ചിൽ. ADHD ഉള്ള ആളാണ് ഞാൻ. ADHD കിഡ് ആണ്. പണ്ടേ അത് തിരിച്ചറിഞ്ഞ കാര്യവുമാണ്. അങ്ങനെയുള്ളവർ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റണം. ഈ ശ്രദ്ധ പിടിച്ചുപറ്റണം എന്നതിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാകുന്നത് തന്നെ. അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ട് ഇരുന്നാൽ മതിയല്ലോ. എല്ലാ പുരുഷന്മാരിലും അതിൻ്റെ ചെറിയൊരു അംശമുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകുന്നതും വസ്ത്രം ധരിക്കുന്നതും ഒക്കെ ആരെങ്കിലും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അതിൻ്റെ അളവ് വളരെയധികം കൂടുതൽ ആയിരിക്കും ADHD ഉള്ളവർക്ക്. അതിനെയാണ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതാണ് ഷൈൻ തൻ്റെ രോഗത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടെ വെളിപ്പെടുത്തിയ കാര്യം. ഇനി എന്താണ് ഈ രോഗാവസ്ഥ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്ന ADHD. കൂടുതലായും കുട്ടികളിലാണ് ഈ രോഗാവസ്ഥ കണ്ടുവരുന്നത്. അപൂർവമായി മുതിർന്നവരെയും ബാധിക്കാറുണ്ട്. അശ്രദ്ധയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെയാണ് ലക്ഷണങ്ങൾ. ഇത് പഠനത്തെ പോലും ബാധിച്ചേക്കാം. കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ കുട്ടികൾ തെറ്റായ വഴിയിൽ തന്നെ എത്തിപ്പെട്ടേക്കാം. പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് പോലും. മുതിർന്നവരിൽ മറവി, സമയത്തെപ്പറ്റി വലിയ ധാരണയില്ലായ്മ, എന്തും ചെയ്യാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുക തുടങ്ങി നിരവധി ലക്ഷണങ്ങൾ ഇതിനുണ്ട്. തലച്ചോറിലെ ഡോപ്പാമിന്റെ കുറവ് കൊണ്ടും ഇത് സംഭവിക്കാം. വരാനുള്ള കാരണങ്ങൾ എന്താണ്? മാസം തികയാതെയുള്ള ജനനവും കുറഞ്ഞ ഭാരവും, ന്യൂറോളജിക്കൽ വ്യത്യാസങ്ങൾ, ജനിതക ഘടകങ്ങൾ, മസ്തിഷ്ക പരിക്കും ആഘാതവും, പാരമ്പര്യം, വയസ്സ് എന്നിവയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണങ്ങൾ. ADHDയുടെ ലക്ഷണങ്ങൾ 12 വയസ്സിന് മുൻപ് തന്നെ കുട്ടികളിൽ പ്രകടമാകുന്നുണ്ട്. ചില കുട്ടികളിൽ 3 വയസ്സ് മുതൽ തന്നെ അവ പ്രകടമാകുകയും ചെയ്യാം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അശ്രദ്ധയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. കുട്ടികളിലും കൗമാരക്കാരിലും ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അശ്രദ്ധ: കുട്ടികൾക്ക് സ്കൂളിലെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, കാര്യങ്ങൾ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നുക, നിർദ്ദേശങ്ങൾ കേൾക്കാനോ നടപ്പിലാക്കാനോ കഴിയാതെ വരിക എന്നീ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. ഹൈപ്പർ ആക്ടിവിറ്റി: ഒരു സ്ഥലത്ത് നിശ്ചലമായി ഇരിക്കാൻ കഴിയാതെ വരിക, നിരന്തരം കലഹിക്കുക, ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വരിക, അമിതമായ സംസാരം, കാത്തിരിക്കാൻ മടി കാണിക്കുക, ആലോചിക്കാതെ എടുത്തു ചാടുക, ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അതിനെ തടസ്സപ്പെടുത്തി സംസാരിക്കുക എന്നിവയാണ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങൾ.